ആരെ പോലെ ആകണം? യേശുവിനെ പോലെ ആകണം. നിങ്ങൾ ആരെ അനുകരിക്കണം? യേശുവിനെ അനുകരിക്കണം, ദൈവത്തെ അനുകരിക്കണം. ദൈവം എന്നാ ചെയ്തേ? ഭൂമി പാഴായിരുന്നോ? ആയിരുന്നോ? ശൂന്യമായിരുന്നോ? ഇരുട്ടായിരുന്നോ? ഈ മൂന്ന് സാധനവും നല്ലതല്ലല്ലോ. പക്ഷെ ഇരുട്ടായിരിക്കുമ്പോഴും, പാഴായിരിക്കുമ്പോഴും, ശൂന്യമായിരിക്കുമ്പോഴും, ഇതിനപ്പുറത്ത്, ഇരുട്ടിനും ശൂന്യതകൾക്കും അപ്പുറത്ത്, വെള്ളത്തിനും മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും അസാധ്യതകളുടെ നടുവിലാണ് ദൈവ സാധ്യതകളെ കൊണ്ടുവരുന്നത്. മൂന്നാമത്തെ വാക്കിലെ ദൈവം എന്താണ്? പ്രസൻസ് മൂവ് ചെയ്തപ്പോൾ, സ്പിരിറ്റ് ഓഫ് ഹോളി സ്പിരിറ്റ് മൂവ് ചെയ്തപ്പോൾ, ഹോളി ഗോസ്റ്റ് മൂവ് ചെയ്തപ്പോൾ ദൈവം എന്ത് ചെയ്തു? വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു. ഗോഡ് സെഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇല്ലാത്ത സൂര്യൻ, ഇല്ലാത്ത വെളിച്ചം ഉണ്ടായി വന്നു. ഈ സാധനം കേറി വന്ന ഉടനെ ആദ്യത്തെ പ്രശ്നം അങ്ങ് മാറി, ഇരുട്ട്. അതാ യേശു നമ്മളെ പഠിപ്പിച്ചേ, നിങ്ങളും ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. നിങ്ങളും പറയണം. മലയെ കുറിച്ച് പറയാനല്ല, മലയോട് പറയണം. പ്രശ്നങ്ങളെ കുറിച്ച് പറയാനല്ല കർത്താവ് പറഞ്ഞത്, പ്രശ്നത്തോട് പറയണം. പ്രതികൂലത്തെ കുറിച്ച് ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്യാനല്ല കർത്താവ് പറഞ്ഞത്, പ്രതികൂലത്തോട് പറയണം, വഴിമാറാൻ പറയണം. സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ, നീ സമഭൂമിയായി തീരും. കൃപ എന്ന ആണിക്കല്ല് കയറ്റും. സൈന്യത്താൽ അല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ പറയുക. മക്കളില്ലാത്ത ദമ്പതിമാർ ഇന്ന് ഈ കൂട്ടത്തിൽ നിൽപ്പുണ്ടെങ്കിൽ, സഹോദരി, നിന്റെ ഉദരത്തിലോട്ട് കൈവച്ചിട്ട് പറയണം, നീ എനിക്ക് തലമുറ ഉണ്ടാകുമെന്ന്. നിന്റെ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ് പറയണം, അവര് രക്ഷപ്പെടുമെന്ന് പറയണം.